നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ രീതിയിലുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മാനേജർ അടക്കമുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പെരുമ്പള്ളിക്കുടി കുടുംബ സംഗമം. ഞാൻ ഈ കുടുംബ സംഗമത്തിൻ്റെ ചരിത്രങ്ങളുടെ ഫോണിൽ വായിച്ചു നോക്കിയായിരുന്നു. 1600 തുടങ്ങിയ കുടുംബ ബന്ധങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയിൽപ്പെടുന്ന കണ്ണികളാണ് നിങ്ങളെല്ലാവരും. എത്രയോ വർഷങ്ങൾ ഇത്തരത്തിൽ ഒരു കുടുംബ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അത് പറയാൻ കാരണം ഞാൻ ഈ മനോജിനെ പറയുന്നത് കേട്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 2 ദിവസം തന്നെ കുടുംബക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കും. അന്ന് ബസ് സൗകര്യമില്ലാത്തതുകൊണ്ട് പിന്നെ തിരിച്ചു പോകൽ പ്രായോഗികമാണ്. അപ്പോൾ ഉള്ള സൗകര്യത്തിലെല്ലാം നമ്മൾ ആ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ 10-15 കുട്ടികളെല്ലാം അവിടെ തന്നെ താമസിച്ച് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് അവസാനമായി ബാക്കി വരുന്ന ഭക്ഷണം മുഴുവൻ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളെല്ലാം വീട് വിട്ടു പോകും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു സൗഹൃദം ഇതിനെ ദൃഢമായി. പക്ഷെ നമ്മളുടെ സൗകര്യങ്ങൾ കൂടിയതോടുകൂടി മക്കൾ AC ഇല്ലാതെ കിടക്കില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാറുണ്ട്, തിരിച്ചു പോകും. അപ്പൊ ആകെ കിട്ടുന്നത് വളരെ കുറച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കും. പക്ഷെ അവിടെ തന്നെയാണെങ്കിൽ TV, മൊബൈൽ കുറേ നമ്മുടെ സമയം അപഹരിച്ചു കൊണ്ടുപോകും. ഒരു കല്യാണ വീട്ടിൽ ചെന്നാലോ അല്ലെങ്കിൽ മരണ വീട്ടിൽ ചെന്നാലോ ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മൊബൈലിനോട് കൂടിയാണ്. നമ്മുടെ ഏറ്റവും വലിയ സൗഹൃദമായി മൊബൈലുകൾ മാറിയിരിക്കുകയാണ്. ആളുകൾ ചിരിക്കുന്നത് കാണണമെങ്കിൽ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കും, തമാശകൾ ഒരുമിച്ചിരിക്കും. ഞാനൊരു ദിവസം ഇങ്ങനെ വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ എതിരെ വന്നു. അയാളെ നോക്കി ഞാൻ ചിരിച്ചു. അയാൾ വളരെ അത്ഭുതത്തോടു കൂടി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ പരിചയമുണ്ട്? പരിചയമില്ല. പിന്നെ എന്നെ ചിരിച്ചിരുന്നില്ല. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആകെയുള്ളൊരു സൗഹൃദം ഈ ചിരി മാത്രമേ ഉള്ളൂ. പല ആളുകളുടെയും വിചാരം ചിരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ചിരിക്കുന്നവരും കുഴപ്പമുണ്ട് എന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മാറുകയാണ്. ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ഭാഷകൾ, സംസാരങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ്. ഞാൻ ഇന്നലെ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാഡമി ഉദ്ഘാടനത്തിൽ പോയി. പുതിയ ഭാഷകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷമായിട്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഇന്ത്യയിലെ വേരോട്ടം. നമ്മൾ ജനിക്കുന്ന കാലം മുതൽ അറബി പഠിക്കുന്നു. പക്ഷെ എത്ര കുട്ടികൾ അറബിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, സ്ത്രീകൾ അറബി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കൾ നന്നായിട്ട് അറബി സംസാരിക്കും. ഇല്ലേ? ഇതിൽ അറബി സംസാരിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാം. സ്ത്രീകളുടെ തന്നെ കാരണം നിങ്ങളുടെ എല്ലാ ചെറുപ്പക്കാരും മുതൽ ഖുർആൻ വായിക്കും, ഒത്തുകൊടുക്കും, പോകും, എല്ലാം നമുക്കറിയാം. പക്ഷെ അറബി സംസാരിക്കാനല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഭാഷ എത്രയും മനോഹരമായിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബ, കാരണം ഹിന്ദി നമുക്ക് സംസാരിച്ച മനസ്സിലായി. ഇപ്പോൾ ബംഗാളിൽ നിന്നും UP നിന്നും ആസാമിൽ നിന്നൊക്കെ വന്ന ആളുകളോടാക്കിയിട്ട് ഹിന്ദി നമ്മൾ പഠിച്ചു. കാരണം അവരായിട്ട് സംസാരിക്കേണ്ട പ്രശ്നമല്ലാതെ നമ്മളെല്ലാവരും അത്യാവശ്യം ഹിന്ദി എല്ലാവരും പഠിച്ചു. പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കൊങ്കണീസ്. ഈ ടിപ്പുവിന്റെ പടയോട്ട സമയത്താണ് ഗോവയിൽ നിന്ന് കൊങ്കണി സമൂഹം കേരളത്തിലേക്ക്.
പക്ഷെ അവരിപ്പോഴും കൃത്യമായിട്ട് എത്രയോ 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കൊങ്കണി ഇപ്പോഴും വീടുകളിൽ കൃത്യമായിട്ട് സംസാരിക്കും. അതാണ് അവരുടെ ഭാഷയോടുള്ള സ്നേഹം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത്തരത്തിലുള്ളൊരു സ്നേഹവും സൗഹൃദവും എല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അത്തരത്തിലേക്ക് നമ്മളുടെ സൗഹൃദങ്ങൾ വളരുകയും. ഇതിൽ തന്നെ പല പാർട്ടിയിൽ പെടുന്ന ആളുകളുണ്ട്, പല വിശ്വാസങ്ങളിൽ പെടുന്ന ആളുകളുണ്ടാകാം. മനോജ് സംസാരിച്ച ആത്മഹത്യ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, മതങ്ങൾ ഒരു പരിധി വരെ ആത്മഹത്യക്ക് കാരണമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഇത് പറയാൻ കാരണം മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ടെന്ന്, നല്ലൊരു ലോകമുണ്ടെന്ന് വിശ്വസിച്ച് ഇനി എങ്ങനെയാണ് മരിച്ചാൽ കുഴപ്പമില്ല, അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ഇപ്പോൾ 3 പേര് അവിടെ പോയി അരുണാചൽ പ്രദേശിൽ പോയി മനുഷ്യരെ കാണുന്ന വേറെ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഇപ്പോൾ ഉള്ള ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. നമ്മുടെ മക്കളെ എല്ലാ തരത്തിലും നമ്മളെക്കാൾ അഡ്വാൻസ്ഡാണ്. പല കുട്ടികൾ പറയും യു ആർ ഔട്ട്ഡേറ്റഡ്. നമ്മൾ ഈ 80-ലെ 90-ലെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ പറയും അച്ഛൻ്റെ വേറെ പണിയൊന്നുമില്ല, ഈ പാട്ടൊക്കെ എന്നെ കേൾക്കാം. പല BTSൻ്റെയോ പുതിയ ന്യൂജൻ പാട്ടുകളൊക്കെ കേൾക്കാൻ പാടില്ല. ഇവരെല്ലാ തരത്തിലും നമ്മളെക്കാൾ അഡ്വാൻസ്ഡാണ്. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ ഒഴിച്ച് ആത്മവിശ്വാസം ഇവരെ സംബന്ധിച്ച് വളരെ കുറവാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളെല്ലാം ജീവിച്ചത്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് കളിക്കാൻ പോയ നല്ല കിട്ടും. ഇപ്പോ മക്കളെ പുറകിലിരുത്തി അച്ഛനമ്മമാരെ തന്നെ കളിക്കളത്തിൽ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഇവരെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതെന്റെ ഒരു അഭ്യർത്ഥന, കുറച്ചൊക്കെ നിങ്ങൾ മക്കളെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് മനസ്സിലാക്കി അവരെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ, കാരണം ഈ 10ാം ക്ലാസ് ഡിഗ്രി കഴിയും അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ഇവര് ഒന്നിനും പഠിക്കാൻ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ വിദേശത്തേക്ക് വരും. അപ്പോഴാണ് ഇവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും ഇവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ എനിക്ക് പറയാനുള്ളത്, മക്കളെ അത്തരത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വളർത്താൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏതായാലും പെരുമ്പള്ളിക്കുടിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുടുംബ പാരമ്പര്യത്തിൽ അതിൻ്റെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ മഹാ കൂട്ടായ്മ ഒരുമ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തേക്കാൻ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം.